ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ജസ്റ്റ് തടവി കൊടുത്താൽ മാത്രം മതിയാവും. ഈ ഒരു കാണുന്ന ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ അടുപ്പിലൊരു ഗ്രിൽ ടൈപ്പ് വെച്ചിട്ട്, അതുപോലെ തന്നെ ഈ രണ്ടെണ്ണം നമ്മൾ ഓവനിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്കും ഇത് കഴിക്കുമ്പോഴല്ലോ വായിൽ വെള്ളം വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അനീഷ് ഫുഡ് ടെക് ആൻഡ് ട്രാവലിലേക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ടിക്കയാണ്. എങ്ങനെയാണ് ചിക്കൻ ടിക്ക ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ചിക്കൻ ടിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ചിക്കൻ പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്യൂബ്സ് ആയിട്ടാണ്, ബോൺലെസ് പീസസ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു 10 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും സാധാരണ മസാല പ്ലസ് കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം, വേണമെങ്കിൽ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചിക്കൻ ടിക്ക ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്കൊരു 2-3 മണിക്കൂർ ഇതിന്റെ മസാല ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മസാലയിൽ ഇടേണ്ടതെന്ന് കാണിച്ചു തരാം. ഏതൊക്കെ സാധനങ്ങൾ മസാല ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനിലോട്ട് മസാല പുരട്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ വെക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കാണിച്ചു തരാം. എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 ഒരു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു പീസസ് ആണ്. ഒരു 5-10 ഉണ്ടാവും. അപ്പോൾ അതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്ര ചേർത്തിട്ടുണ്ട്. അതായി അതിനുശേഷം കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മതിയാവും. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം മതി. ആവശ്യത്തിന് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഇനി ചേർക്കേണ്ടത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മതിയാവും. ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള മസാലയാണ്. വേണമെങ്കിൽ ഇതിലോട്ടേക്ക് കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ തന്തൂരി മസാല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ ചേർക്കണമെന്നില്ല. നിങ്ങൾ ഇതിൻ്റെയൊക്കെ അരവ് പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് വേണമെങ്കിൽ തന്തൂരി മസാല കൂടി ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് തന്തൂരി മസാല കൂടി വിതറിയതിന് ശേഷം നിങ്ങൾക്കൊന്നുകൂടി കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മാത്രം നല്ലവണ്ണം പിടിക്കുന്നതിന് നിങ്ങൾക്കൊരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് തന്തൂരി മസാല ഇട്ട് ചെയ്തെടുക്കാം. ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്തിട്ട് ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ ക്യൂബ് രൂപത്തിൽ നമ്മുടെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യൂബ് രൂപത്തിലാണ്. അതുപോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഇതിന് ഓൾറെഡി നല്ല എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ എരിവും ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിനും കൂടി ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ക്യാപ്സിക്കത്തിനും ഉള്ളിക്കും കൂടി നല്ല ഉപ്പും എരിവൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇത്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രിൽ ടൈപ്പുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കേണ്ടത്. അതായത് ഇതൊരു ടിക്കയാണ്. അതായത് ചിക്കൻ ടിക്ക, അതായത് ക്യാപ്സിക്കം ഒനിയനും കൂടി ചേർത്തിട്ടുള്ള ഒരു ടിക്ക ആയിട്ടാണിത്. അപ്പോൾ ഇത് നമ്മൾ തന്തൂരിയിലാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ തന്തൂരി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഗ്യാസിൽ ഡയറക്റ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയും ഇതൊക്കെ ഗ്യാസിൽ താഴത്തോട്ട് പോകുന്നതുകൊണ്ട് നമ്മളൊരു ഈ ഒരു പാത്രത്തിൽ ചെയ്തെടുക്കുന്നത്. ഉള്ള 2 ഇതാണ്. ഇതിപ്പോൾ തന്തൂരി ടിക്കയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് തീയിൽ വെച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് കോർത്തെടുക്കേണ്ടതെന്ന്. ആദ്യം നമുക്കൊരു 1-2 പീസ് ഉള്ളി കോർത്ത് കൊടുക്കാവുന്നതാണ്. ഈ തരത്തിൽ നിങ്ങൾക്ക് ഉള്ളി കോർത്ത് കൊടുക്കാം. ഇന്ന സൈസിൽ വേണമെന്നൊന്നുമില്ല. ഏത് സൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഉള്ളി, ചിക്കൻ പീസ് ഏകദേശം എത്ര വരെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ലാസ്റ്റ് പീസിലേക്ക് 2 ഉള്ളി കൂടി വെച്ച് കൊടുക്കുകയാണ്. ഉള്ളിയും ഒരു ക്യാപ്സിക്കവും കൂടി ചേർത്തിട്ടുണ്ട്. അടുത്ത ഇതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ കോർത്തെടുക്കാവുന്നതാണ്. ഉള്ളി എത്ര പീസ് ചേർക്കണോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണമൊന്നുമില്ല ഇത്ര പീസേ ചേർത്ത് കൊടുക്കുമെന്ന്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഗുണം, ഉള്ളിയും ക്യാപ്സിക്കവും ചേർത്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഉള്ളിയും ക്യാപ്സിക്കവുമാണ് ആക്ച്വൽ
അതിലെ ടേസ്റ്റ്, ആ ഒരു വെന്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലോട്ട് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണ ആയി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ തന്തൂർ ചെയ്യുമ്പോൾ നമുക്ക് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ എണ്ണ ജസ്റ്റ് തടവി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കുകയാണ്. ശരിക്കും തന്തൂറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു പാത്രമാണ്, ഇതിൻ്റെ ഒരു വലിയ ഒന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ, ചെറിയൊരു പാത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ടൈം എടുക്കും, പക്ഷേ ടൈം എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ടിക്കയാണ്, ചിക്കൻ ടിക്ക വിത്ത് ക്യാപ്സിക്കവും, അതായത് നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്ത് നല്ല പൊരിഞ്ഞ് വരുന്ന സൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കതിനെ മെല്ലനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഓരോ വശത്തേക്കായിട്ട് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ചെറു തീയിലാണ് വരുന്നത്. അപ്പോൾ ഓരോ വശത്തേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഓരോരോ വശങ്ങളായിട്ട് ആയി വരുന്നുണ്ട്. അടുത്ത ഭാഗം നമ്മൾ ഓവനിൽ ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ കോർത്ത് വെച്ചിട്ടുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഡയറക്റ്റ് തീയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസല്ല, ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തീയിൽ വെക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് ഗ്യാസിലാണ്. ഇപ്പോൾ ഗ്യാസിലായതുകൊണ്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ അത് താഴത്തോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രിൽ ടൈപ്പുള്ള ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്തെടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ എണ്ണ തടവി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അടിയിൽ എന്തെങ്കിലും ഒന്ന് വിരിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ഫോയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എണ്ണയൊന്ന് തടവി കൊടുക്കാം. ജസ്റ്റ് തടവി കൊടുത്താൽ മാത്രം മതിയാവും. അതായത് കൂടുതൽ എണ്ണ ഇടുന്ന ആവശ്യമില്ല, ഇതേപോലെ ഒന്ന് തടവി കൊടുത്താൽ മതിയാവും. കാരണം ടിക്ക എന്ന് പറയുമ്പോൾ തന്നെ എണ്ണയുടെ ഒന്നും അധികം ആവശ്യമില്ല. ആ മസാലയിൽ, അതായത് തന്തൂർ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണിത്. ഓക്കെ, ഇതേ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടിക്ക മസാലയും ചെയ്തെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ മസാല വേണമെന്നുണ്ടെങ്കിൽ മസാല ടൈപ്പും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഡയറക്റ്റ് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓവൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രിൽ ചെയ്തെടുക്കണം. മൈക്രോവേവ് ചെയ്യല്ല വേണ്ടി ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ഗ്രിൽ ഫംഗ്ഷൻ അമർത്തിയാൽ മതി. ഗ്രിൽ ഫംഗ്ഷൻ അമർത്തിയതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് സമയം സെലക്ട് ചെയ്യണം, ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സിൻ്റെ നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ്സ് ഒന്നും വേണ്ട വല്ല, അതൊരു ഇടയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ ഒന്ന് ഗ്രിൽ അമർത്തുക, പിന്നെ ടൈം അമർത്തുക, പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ടിക്കമെല്ലാം നല്ല ആയി വരുന്നുണ്ട് ഓവനകത്ത് നിന്ന്. അപ്പോൾ ഇതൊരു കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊന്ന് നോക്കാം, ഇതിൻ്റെ കാര്യം ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഇതും ആയി വരുന്നുണ്ട്. ഒരു സൈഡ് ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈഡ് മറിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ എന്നൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ജ്യൂസായിട്ടുള്ള ഇത് കാണാൻ പറ്റും. ചൂടാകുമ്പോൾ അതിങ്ങനെ താഴത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് നമ്മുടെ ചിക്കൻ ടിക്ക നല്ല മൊരിഞ്ഞ് വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി ഓവനിൽ റെഡിയായതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ടിക്ക വിത്ത് ക്യാപ്സിക്കം ആൻഡ് ഒനിയൻ. അതായത് ചിക്കൻ ടിക്ക ചെയ്യുമ്പോൾ എന്തായാലും ക്യാപ്സിക്കം ഒനിയനും ഉണ്ടാവും. അപ്പോൾ അത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കാണുന്ന ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ അടുപ്പിലൊരു ഗ്രിൽ ടൈപ്പ് വെച്ചിട്ട്, അതുപോലെ തന്നെ ഈ 2 എണ്ണം നമ്മൾ ഓവനിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയാം. ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ചിക്കൻ്റെ പീസും ഞാൻ എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് എങ്ങനെ കഴിക്കുന്നു അതിനേക്കാളും ടേസ്റ്റ് ഉറപ്പായിട്ടുമുണ്ട്. എനിക്കും ഇത് കഴിക്കുമ്പോഴല്ലോ വായിൽ വെള്ളം വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അതെന്നാണ് തോന്നുന്നത് ക്യാമറയൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടല്ലോ, അതായത് ഒരു ചാട്ട് മസാലയാണ്. ഈ ചാട്ട് മസാല കൂടി വെതറി കഴിഞ്ഞാൽ നിങ്ങൾ തന്തൂരിയും അതായത് ഈ ടിക്ക ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചാട്ട് മസാല വെതറി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ ഇത് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കാരണം റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് തരുമ്പോൾ ഈ ചാട്ട് മസാല കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു ഡിഷ് തയ്യാറാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ നമ്മളത് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്.
നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ കാണിച്ചു തരുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ. കാരണം ഇവിടെ എന്താണ് നമ്മുടെ ആരോട്ടിയും അതുപോലെ തന്നെ ക്യാമറ എടുക്കുന്ന ആളൊക്കെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് പെട്ടെന്ന് തീർത്തിട്ട് പുതിയൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം.